നമ്മുടെ പത്മജ BJP-യിൽ ചേർന്നതിൻ്റെ വിവാദങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അത് അടങ്ങിയ സ്ഥിതിക്ക് ഞാൻ സാറിനോടൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള സ്വാതന്ത്ര്യം എടുത്ത് ചോദിക്കുകയാണ്. ശരിക്കും നമ്മുടെ ലോക്നാഥ് ബെഹ്റയാണോ പത്മജയെ BJP-യിലേക്ക് കൊണ്ടുപോയത്? ഈ ഒരു സാധ്യതയും ഞാനതിൽ കാണുന്നില്ല ബെഹ്റ. കാരണം പത്മജ BJP ചേർന്നത് ഈ കോൺഗ്രസ്സുകാരറിയാതെ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ടാർണിഷ് ചെയ്യണം കോൺഗ്രസ്സിന്, പത്മജയെ. അവരുടെ കയ്യിൽ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല തിരിച്ചു പറയാൻ പത്മജയ്ക്കെതിരെ. കാരണം മുരളീധരൻ എന്തായാലും സഹോദരനാണ്, മുരളീധരനും കൂടി സ്ഥാനാർത്ഥിയാണ്. കുടുംബത്തിനൊന്നും ചീത്ത പറയാൻ പറ്റില്ല, കരുണാകരനെ ചീത്ത പറയാൻ പറ്റില്ല. ആകെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ബെഹ്റയാണ്. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബെഹ്റ കൊച്ചിയിൽ പണ്ട് കമ്മീഷണറൊക്കെ ആയിരുന്ന കാലത്ത് നമ്മുടെ മാത്രമല്ല DGP ആയിരുന്നു. DGP-യുടെ പെൻഷൻ പറ്റിയതിന് ശേഷം ആ ശമ്പളത്തിനൊപ്പം അതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന KMRL കൊച്ചി മെട്രോ റെയിലിൻ്റെ MD ആക്കി പിണറായി വിജയൻ നിശ്ചയിച്ചു. പിണറായിയുടെ വിശ്വസ്തനാണ്. ഒപ്പം തന്നെ അമിത്ഷായുടെയും മോദിയുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ബെഹ്റ എന്നും പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നും. എന്താ അതിൻ്റെ വലിയ കളി? അതായത് ഈ ബെഹ്റയുമായിട്ട് വലിയ അടുപ്പം എന്നുള്ളത് കരുണാകരൻ മുമ്പ് മുഖ്യമന്ത്രിയും അദ്ദേഹം ഇവിടെ പോലീസ് കമ്മീഷണറും ആയിരുന്ന കാലത്ത് ഈ കരുൺ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചുമോൻ ഉണ്ടായിരുന്നില്ലേ, ഈ പനമ്പള്ളി നഗറിലെ മറ്റേ പത്മജയുടെ വീട്ടില് ഈ ബെഹ്റയുടെ തൊപ്പി വെച്ചിട്ട് ഈ കരുൺ നിൽക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. നിൽക്കുന്ന പടമൊക്കെ വന്നിട്ടുണ്ട്. ആ തൊപ്പിയെടുത്ത് ഈ കരുൺ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ കാലം മുതലുള്ളൊരു ബന്ധം ആരോപിക്കാൻ സുഖമാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം 24 ചാനലിൽ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിന്റെ വക്താവ്, അദ്ദേഹം വലിയൊരു ആരോപണം ഈ ബെഹ്റയെ ശരിയാക്കി കളയാൻ ബെഹ്റയാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് ബെഹ്റയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം എന്താന്ന് വെച്ചാൽ 2010 ആഗോള ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, അദ്ദേഹത്തിന് NIA-യുടെ ഫൗണ്ടർ ഡയറക്ടറാണ് ബെഹ്റ. അപ്പോൾ ബെഹ്റയുടെ നേതൃത്വത്തിൽ 4 അംഗ സംഘം അമേരിക്കയിലേക്ക് പോയി. അവിടെ ഫൗണ്ടർ ഡയറക്ടറാണോ സാർ? അങ്ങനെയാണ് ആ വാർത്തകളിലൊക്കെ കാണുന്നത്. അല്ല, അതിനകത്ത് തെറ്റുണ്ട്. അദ്ദേഹം ഫൗണ്ടർ ഡയറക്ടർ നമ്മുടെ കൊച്ചിക്കാരനായിരുന്ന ഒരു IPS ഓഫീസറാണ്, ആദ്യത്തെ ഡയറക്ടർ ജനറൽ രാധാ വിനോദ് രാജു CBI-യിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു NIA-യുടെ ആദ്യത്തെ ഫൗണ്ടർ ഡയറക്ടർ എന്ന്. അങ്ങനെ ആകാം. പക്ഷെ ഇപ്പോഴത്തെ വാർത്തകളിലൊക്കെ ഞാൻ ഇംഗ്ലീഷ് നോക്കി, മലയാളം ഒന്നും ഞാൻ അങ്ങനെ നോക്കിയില്ല ഈ കാര്യത്തിന്. നമ്മുടെ തർക്ക വിഷയമല്ല, ഇംഗ്ലീഷ് വാർത്തകളിലും ഈ ഹെഡ്ലിയെ പറയുന്ന അതെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബെഹ്റയുടെ നേതൃത്വത്തിൽ 4 അംഗ സംഘം അമേരിക്കയിലേക്ക് പോയി. അവിടെ ജയിലിൽ കഴിയുന്ന ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ആക്സസ് കൊടുത്തു ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ FBI. എന്നിട്ട് ബെഹ്റയും ആ 3 പേരും കൂടി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു എന്ന് ഇഷ്ടം പോലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. ടൈംസ് നവല് ഇപ്പോൾ ജനത്തിൻ്റെ ചീഫ് എഡിറ്ററായിരിക്കുന്ന പ്രദീപ് പിള്ള ഈ ബെഹ്റയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ബെഹ്റ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലിയെ ചോദ്യം ചെയ്തു. അപ്പോൾ അങ്ങോട്ട് ഇസ്രത് ജഹാൻ പ്രാണേഷ് കുമാറിന്റെ കേസിലെ ഇസ്രത് ജഹാൻ തീവ്രവാദിയാണെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പറഞ്ഞു എന്നും ടൈംസ് നൗവിലെ ഇന്റർവ്യൂവിൽ ബെഹ്റ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ധാരാളം മാധ്യമങ്ങളിൽ ഇത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലിയെ ചോദ്യം ചെയ്തു ബെഹ്റ എന്നുള്ളത്. പക്ഷെ ജ്യോതികുമാർ ചാമക്കാല പറയുന്നത് അത് ഉഡായിപ്പാണ്. അങ്ങനെ ഒരു തിയറി കുറെ കാലമായി കോൺഗ്രസ്സുകാരും ഇസ്ലാമിസ്റ്റുകളും പറയുന്നുണ്ട്. പ്രാണേഷ് കുമാറും ഇസ്രത് ജഹാനും തമ്മിൽ അവർ തീവ്രവാദികളായിരുന്നില്ല, പോലീസ് മനഃപൂർവ്വം പിടിച്ച് കൊന്നതാണ്. ആ ഭാഗമല്ല പറഞ്ഞ ഈ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് തന്നെ. ഹെഡ്ലിയെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അല്ല, ചോദ്യം ചെയ്തു എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്തിട്ടേ ഇല്ല. അതാണ് ജ്യോതികുമാർ പറയുന്നത്. ബെഹ്റ കള്ളം പറയുന്നതാണെന്ന്. ബെഹ്റ കള്ളം പറയുന്നതാണ്. അതിൻ്റെ പേരിൽ ബെഹ്റയെ NIA-യിൽ നിന്ന് ഷണ്ട് ചെയ്തു. 6ാം D വിഭാഗത്തിലേക്കൊക്കെ വിട്ടു.
ഇത് തെറ്റാണ്, ഇത് ഇയാൾ വെറുതെ അവകാശപ്പെട്ട ചാമക്കാല പറയുന്നതാണോ? ഒന്ന് ചാമക്കാല പറഞ്ഞു. അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ NIA-യിൽ നിന്ന് ബെഹ്റയെ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി കേസിലല്ല. അതാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം. അത് യാസിൻ ഭട്കൽ എന്നൊരാളെ ബീഹാറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ആ യാസിൻ ഭട്കൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ മുംബൈ സീരിയൽ ബ്ലാസ്റ്റ് കേസുകളിൽപ്പെട്ട ഒരാളാണ്. 2006 ഈ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരപ്രവർത്തകനായിരുന്നു യാസിൻ ഭട്കൽ. ഈ യാസിൻ ഭട്കലിനെ 2006 മുംബൈ സീരിയൽ ബ്ലാസ്റ്റ് കേസിലെ പ്രതി. ഇദ്ദേഹത്തിന് 2013 യാസിൻ ഭട്കലിനെ ബീഹാറിലെ റക്സോൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് വിവരം ബെഹ്റ ലീക്ക് ചെയ്തു ചില മാധ്യമങ്ങൾക്ക്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ ഷണ്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി കേസിലല്ല. അത് ചോദ്യം ചെയ്തിട്ടുണ്ട്, ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇന്റർവ്യൂവിലും വെറുതെ മാധ്യമങ്ങൾ എഴുതുന്നതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് പറയുന്നത്. ഈ പ്രദീപ് പിള്ളയുടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിൽ ഇസ്രത് ജഹാന്റെ കാര്യം ഹെഡ്ലി പറഞ്ഞിട്ടുണ്ടെന്നും. ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് കേൾക്കുമ്പോൾ ഇയാൾ അമേരിക്കക്കാരനാണെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ നാട്ടുകാരും അങ്ങനെ കരുതി കാണും. അല്ല, ഇയാൾ ദാവൂദ് സയ്യദ് ഗിലാനി. ഓ, അത് ശരി, ക്രിസ്ത്യാനി അല്ല. ഇയാള് പേര് സ്വീകരിച്ച് നടക്കുന്ന ജിഹാദിയാണ്. അതെ, ദാവൂദ് സയ്യദ് ഗിലാനി എന്നാണ് ഇയാളുടെ പേര്. ഇയാളുടെ അപ്പൻ ഡിപ്ലോമാറ്റ് ആയിരുന്നു, നയതന്ത്രജ്ഞൻ. അവിടെ ഇയാളുടെ അമ്മ അവിടെ വാഷിങ്ടണിലെ പാകിസ്ഥാൻ എംബസിയിൽ ഉദ്യോഗസ്ഥയുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇയാളും ഒരു മിലിറ്ററി സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ അമ്മ മറ്റേ പിരിഞ്ഞിട്ട് ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് ഈ ലാഹോറിലേക്ക് പോകുന്നു. പിന്നെ അവർക്ക് ലാഹോർ ഇഷ്ടപ്പെടാതെ തിരിച്ച് വീണ്ടും അവർ അമേരിക്കയിലേക്ക് പോയി. തിരിച്ച് ഇയാൾ അവിടെ ചെന്നിട്ട് അവിടെ മിലിറ്ററി അക്കാഡമിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ISI ഇയാളെ കണ്ടെടുക്കുന്നത്. അങ്ങനെ ISI കണ്ടെടുത്തിട്ട് 2008 മുംബൈ സ്ഫോടനങ്ങൾക്ക് ഇയാളെ അയക്കുന്നു. ഏതൊക്കെ ലൊക്കേഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നു. എവിടെയൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം, കൊള്ളാവുന്ന സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ്, ഈ നമുക്ക് കീഴടക്കാവുന്ന, ഇങ്ങനെ സ്ഫോടനം കൊണ്ട് തകർക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഏതാണ് എന്ന് നോക്കി കണ്ടുപിടിക്കാനുമൊക്കെ അയച്ച് അതിനെ തുടർന്നാണ് 2008 സ്ഫോടനങ്ങൾ 166 പേര് കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് 2009 ഈ ഡാനിഷ് പത്രത്തിൽ, കോപ്പൻഹാഗനിലെ ഒരു പത്രത്തിൽ പ്രവാചകനെ കാർട്ടൂൺ പരിഹസിക്കുന്ന കാർട്ടൂൺ, ആ പത്രമാഫീസ് ആക്രമിക്കുന്ന ഓപ്പറേഷൻ അത് നിർവഹിച്ചതും ഇയാളാണ്. ഇങ്ങനെ ആഗോള തലത്തിൽ ഭീകരനായ ഇയാളെ ആ കോപ്പൻഹേഗനിലെ ആക്ഷന് ശേഷം ഇയാളെ അമേരിക്കയിലെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഇവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന എന്ന് പറയുന്ന പോലെ ആയിരിക്കും അവിടെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇയാളെ 2013 35 വർഷത്തെ തടവിനെ ശിക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ശിക്ഷിച്ച് കിടക്കുമ്പോഴാണ് ഈ ബെഹ്റ പോയി ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണ് ഇസ്രത് ജഹാൻ തീവ്രവാദിയാണെന്നുള്ളത്. ഇസ്രത് ജഹാൻ മുംബൈയിൽ നാനാക് ഗൽസ കോളേജിൽ BSc വിദ്യാർത്ഥിനിയായിരുന്നു. അവർ 2004 ജൂൺ 15 ഗുജറാത്തിൽ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അത് ഫേക്ക് എൻകൗണ്ടർ ആണെന്നാണ് മോദി വിരുദ്ധർ പറയുന്നത്. ലെഫ്റ്റ് ലിബറൽ സുഡാപ്പികളൊക്കെ പറയുന്നത്. പിന്നെ അവിടെ വേറൊരു ശ്രീകുമാറോ അങ്ങനെ RB ശ്രീകുമാർ അങ്ങനെ ഒരാളും ഇത് വേണ്ട പോലീസ് ഓഫീസർ ആയിരുന്നല്ലോ. അതെ, പ്രഖ്യാപിത മോദി വിരുദ്ധനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ മോദിയും
അമിത്ഷായും കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടുത്തി കൊടുത്തത് ബെഹ്റയാണ്. അതെ. അതുകൊണ്ട് ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇവരുടെ തിയറി. അതെ. അല്ല, ഇതിപ്പോൾ ഈ മാത്രമല്ല, ഈ ചാമക്കാല പറയുന്നത് വെറുതെ അല്ല. കോൺഗ്രസിൻ്റെയും അവരുടെ കൂടെ നിൽക്കുന്ന ഇന്ത്യയിലെ ലെഫ്റ്റ് ലിബറൽ ആളുകളുടെയും ഒരു തിയറിയാണ് ഇന്ത്യയിൽ തീവ്രവാദം ഇല്ല, തീവ്രവാദം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്ന പോലും മോദിയുടെ ആരോപണമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പ്രണേഷ് കുമാറിൻ്റെയും ഇസ്രത് ജഹാൻ്റെയും മരണം അവരെ നിരപരാധികളായ അവരെ വെടിവെച്ച് കൊന്നു എന്നുള്ള ഒരു നാറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് സ്ഥാപിക്കാൻ വേണ്ടി ബെഹ്റ മോശമാണെന്ന് സ്ഥാപിക്കുന്നതാണ്. അതാണ് ചാമക്കാല ഇതിലും ചെയ്യുന്നതായിട്ട്. അപ്പോൾ ആ അവതാരകൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെ, സന്തോഷമായി കാണും, വളരെ സന്തോഷമായി. അവതാരകൻ കള്ളം പറയാണ്, വിശ്വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ പ്രാണേഷ് കുമാറും അവതാരകൻ ചോദിക്കുന്നുണ്ട് ഉത്തരവാദിത്വത്തോടു കൂടിയാണോ? അതെ. പിന്നെ ഭയങ്കര ഉത്തരവാദിത്വമല്ലേ. ബെഹ്റ ഇതൊന്നും പറയാൻ പോകുന്നില്ല. അതെ. അപ്പോൾ ബെഹ്റയെ മോശമാക്കിയിട്ട് ഈ ഇസ്രത് ജഹാനെയും പ്രാണേഷ് കുമാറിനെയും നിരപരാധികളെ മോശമാക്കുക, അമിത്ഷായെ മോശമാക്കുക, ഇസ്രത് ജഹാനെയും പ്രാണേഷ് കുമാറിനെയും മാലാഖമാരാക്കുക. ഇതാണ് ലക്ഷ്യം. അങ്ങനെ മാലാഖമാരാക്കുക. ആ ബെഹ്റയാണ് ഏത്? ഈ ബെഹ്റ ഈ പത്മജയെ കൊണ്ടുപോയി CPM വേണ്ടി, പിണറായി വിജയന് വേണ്ടി BJP-യിലേക്ക് പത്മജയെ കൊണ്ടുപോയെന്നുള്ള ഒരു കഥ ഉണ്ടാക്കുന്ന ഇത്രയൊക്കെ വളഞ്ഞ വഴിക്ക് ആലോചിക്കുന്ന കോൺഗ്രസ്സുകാർ നേരെ വഴിക്ക് ആലോചിച്ചിരുന്നെങ്കിൽ അവർക്ക് 10 സീറ്റ് കിട്ടിയേനെ. വേറെ എന്തെങ്കിലുമൊക്കെ അതെ, സത്യം പറഞ്ഞ് വോട്ടർമാരുടെ അടുത്ത് ചെല്ലാൻ യക്ഷിക്കഥ പറഞ്ഞ് അപസർപ്പ കഥ പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കാവുന്ന കാലമൊക്കെ അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് NIA-യിൽ മാറ്റം ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അതെ. അപ്പൊ അങ്ങനെയൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒക്കെ ആളുകൾ വസ്തുതകൾ കണ്ടുപിടിക്കും. വെറുതെ കഥയുമായി ഇറങ്ങുകയാണ്. ചാമക്കാല കഥ പറയട്ടെ, ബെഹ്റയുടെ ജോലി ചെയ്യട്ടെ, പത്മജ BJP-യിൽ തുടരട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.